ഇവരുടെ ത്രിവിധ ഘടകങ്ങളോടുള്ള ബന്ധത്തിൽ അകത്തെ മനുഷ്യരിലും പുറത്തെ മനുഷ്യരിലും അപാകതകളില്ല, കുറ്റങ്ങളില്ല, പോരായ്മകളില്ല എന്ന് സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെയും ഈ സഭയുടെ മുമ്പാകെയും ഏറ്റുപറഞ്ഞ് ഉറപ്പിച്ചിരിക്കുകയാൽ ഇനി ഇവരെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിക്കുവാൻ ഈ ഭൂമിയിൽ ഒരു നിയമത്തിനോ ഒരു വ്യക്തിക്കോ ഒന്നിനും യോജിപ്പിക്കാതിരിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് വളരെ ക്രിസ്തീയമായ ഭരണഘടനാപരമായ പ്രാഗൽഭ്യത്തോടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിച്ച് ഈ പ്രിയ മക്കളെ അവരുടെ വലതുകരങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരായി ബന്ധിപ്പിച്ച് ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാം. കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, ഇന്നി മംഗല്യം ശോഭിക്കുക. കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, നിന്നടി കാനാവിൽ മണി പന്തൽ പന്തലങ്കരിച്ചു. നിന്നടി കാനാവിൽ മണി പന്തൽ പന്തലങ്കരിച്ചു. അന്നുരസമീഞ്ഞുണ്ടാക്കി എന്ന പോലെ നേരം വന്നു. അന്നുരസമീഞ്ഞുണ്ടാക്കി എന്ന പോലെ നേരം വന്നു. ഇനി മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. പിതൃപുത്ര പരിശുദ്ധാത്മ ദൈവത്തിന്റെ അഭൗമികമായ സാന്നിധ്യത്താൽ അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ രക്തത്താൽ അവൻ അഭിഷേകം ചെയ്ത് നിറച്ച് തളിച്ച് മുദ്രയിട്ട് അന്ധകാര വൈശാചിക ശക്തികളിൽ നിന്ന് ഇപ്പോൾ അവൻ നമ്മെ വിടുവിക്കട്ടെ. കർത്താവിന്റെ വചനശക്തി വ്യാപരിച്ചുകൊണ്ട് എല്ലാ വിടുതലുകളും ചെയ്യവും നമുക്ക് നൽകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ ഇപ്പോൾ ഓരോരുത്തർക്കുമുള്ള ഈ പ്രിയ മക്കൾക്കുള്ള ശുശ്രൂഷിക്കുന്ന അടിയങ്ങൾക്കുള്ള ദൈവകൃപകൾ കൊണ്ട് അവൻ നമ്മെ നിറയ്ക്കട്ടെ. സ്വർഗീയപിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അടിയങ്ങളെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റി പുലർത്തുന്ന ദൈവമാകയാൽ നന്ദിയോടെ സ്തോത്രം. ആദമിന് തക്ക തുണയായി ഹവ്വയെയും ഹവ്വയ്ക്ക് തക്ക തുണയായി ആദമിനെയും ആദിയിലെ സൃഷ്ടിച്ച് യോജിപ്പിച്ച മഹോന്നതനായ ദൈവം തമ്പുരാനെ അങ്ങ് ഏദൻ പൂങ്കാവനത്തിലേക്ക് ഇറങ്ങി ആദ്യവിവാഹം നടത്തിയതിനെ ഞങ്ങൾ ഓർത്തങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് തന്നെ ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ കരങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഈ വിവാഹ ശുശ്രൂഷ നടത്തുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന് വേണ്ടി അതെ പഴയ നിയമകാലത്ത് തെരഞ്ഞെടുത്ത ഇസ്രായേൽ സഭയോട് ഉടമ്പടി ചെയ്യാനായി സീനായി മലമേൽ ഇറങ്ങി വന്ന മഹോന്നതനായ ദൈവം തമ്പുരാനെ നിന്റെ സാന്നിധ്യത്താൽ ഈ പ്രിയ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്നേക്ക് 2012 വർഷങ്ങൾക്ക് അപ്പുറത്ത് അങ്ങ് ഈ ലോകത്തിലായിരുന്നപ്പോൾ കാനാവിലെ കല്യാണ ഭവനത്തിലേക്ക് കടന്നു പോവുകയും അവിടുത്തെ കുറവുകളെ കണ്ട് അത് പരിഹരിച്ച് അത് അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ചെയ്ത ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന തേജസ്സിന്റെ പൊന്നു കർത്താവേ, നിന്റെ ആണിപ്പുറത്തുള്ള അനുഗ്രഹ സമ്പൂർണമായ കരത്താൽ ആ കരത്തോട് കൂടെ നിന്റെ ദാസനായ അടിയുടെ ബലഹീന കരവും ചേർത്ത് ഈ പ്രിയ മക്കളെ സംയോജിപ്പിക്കുമ്പോൾ സ്വർഗ്ഗമതി ചെയ്യുന്നതിനായി സ്തോത്രം, കർത്താവതി ചെയ്യുന്നതിനായി സ്തോത്രം, ആത്മാവിനെ സഹായിക്കുന്നതിനായി സ്തോത്രം. അപ്രകാരം സംഭവിക്കുന്നതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മണവാളൻ റൂബിനെയും മണവാട്ടി ലിനുവിനെയും അവരുടെ വലതുകരങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരായി ബന്ധിപ്പിക്കും.
ആശ്രയിച്ച് അഭയപ്പെട്ട് നിൽക്കുന്ന ഈ മണവാളനും മണവാട്ടിക്കും വിവാഹത്തിന്റെ ഉടമ്പടി വാചകങ്ങൾ ചൊല്ലിക്കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ഏറ്റുപറഞ്ഞ് ഉറപ്പിക്കുന്നതായി മണവാളൻ റൂബിൻ ആകുന്ന ഞാൻ, മണവാട്ടി ലിനു ആകുന്ന നിന്നെ എന്റെ ഭാര്യയായി ഞാൻ സ്വീകരിക്കും. ഞാൻ നിന്നെ സ്നേഹിച്ച് സംരക്ഷിച്ച് പോറ്റി പുലർത്തിക്കൊള്ളാമെന്ന് സമ്മതിക്കുന്നു. ഈ ലോകത്തിൽ എനിക്ക് അവകാശമായിട്ടുള്ളതെല്ലാം ഞാൻ നിനക്കായി നൽകുന്നു. സുഖവും ദുഃഖവും നിറഞ്ഞ ഈ ലോകത്തിലെ ക്രിസ്തീയ ജീവിതത്തിൽ മരണത്താൽ നാം വേർപെടുന്നത് വരെയും നിന്റെ ഉത്തമ ഭർത്താവായി ദൈവവചന പ്രകാരം ജീവിച്ചു കൊള്ളാമെന്ന് ഇപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെയും ഈ സഭയുടെ മുമ്പാകെയും നിനക്ക് വേണ്ടി ഉടമ്പടി ചെയ്യുന്നു. മണവാട്ടി ഏറ്റു ചൊല്ലുക. മണവാട്ടി ലിനു ആകുന്ന ഞാൻ, മണവാളൻ റൂബിനാകുന്ന അങ്ങയെ എന്റെ ഭർത്താവായി ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിച്ച് അനുസരിച്ച് വിധേയപ്പെട്ട് ശുശ്രൂഷിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് സമ്മതിക്കുന്നു. ഈ ലോകത്തിൽ എനിക്കും അവകാശമായിട്ടുള്ളതെല്ലാം ഞാൻ അങ്ങേക്കായും നൽകുന്നു. സുഖവും ദുഃഖവും നിറഞ്ഞ ഈ ലോകത്തിലെ ക്രിസ്തീയ ജീവിതത്തിൽ മരണത്താൽ നാം വേർപെടുന്നത് വരെയും ഞാൻ അങ്ങയുടെ ഉത്തമ ഭാര്യയായി ദൈവവചന പ്രകാരം ജീവിച്ചു കൊള്ളാമെന്ന് ഇപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെയും ഈ സഭയുടെ മുമ്പാകെയും അങ്ങേക്ക് വേണ്ടി ഉടമ്പടി ചെയ്യും. ഈ പ്രിയമക്കൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ളതായ വിവാഹ ഉടമ്പടിയെ, ഇവരുടെ വിവാഹത്തെ സ്വർഗം തന്റെ രക്തത്താൽ പരിശുദ്ധാത്മാവിനാൽ വചനത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കുവാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ഹൃദയത്തിൽ ചേർന്ന് പ്രാർത്ഥിച്ചാൽ തന്റെ ആത്മാവിനാൽ അവരെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗം ചായ്ച്ച് ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹീതമായ ഈ വിവാഹ ഉടമ്പടി സന്ദർഭത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ദൃശ്യകാരണനായി കർത്താവ് ദാസൻ നിർത്തിയപ്പോൾ നീ അദൃശ്യകാരണനായി ഞങ്ങളുടെ നടുവിലുള്ളതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരം കൊണ്ട് പരസ്പരം ബന്ധിപ്പിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അവരെ പരസ്പരം ഏറ്റുപറഞ്ഞതായ ഉടമ്പടി വാചകങ്ങൾ അവരും അത് അംഗീകരിച്ചു, നീ അത് ശ്രദ്ധ വെച്ച് കേട്ടതിനാൽ ഞങ്ങൾ അങ്ങേ നന്ദി ഹൃദയത്തോട് സ്തുതിക്കുന്നു. ഈ ഉടമ്പടി പ്രകാരം അവരുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും ഉത്തമ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിപ്പാൻ ആവശ്യമായ എല്ലാ കൃപകളും ഉയരത്തിൽ നിന്ന് ധാരാളമായി നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഇവരെടുത്ത ഉടമ്പടി വാചകങ്ങൾ കർത്താവ് ശ്രദ്ധ വെച്ചിട്ട് അതിനെ അംഗീകരിച്ചതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കാൽവരിയിലെ പരിശുദ്ധ രക്തത്താൽ ഈ വിവാഹ ഉടമ്പടിയെ ഇപ്പോൾ അടികൾ ഒരുമിച്ച് ചേർന്ന് ഉറപ്പിക്കുകയാണ്. അവിടുത്തെ വചനത്താൽ ഇത് സ്ഥിരമാക്കിയതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇതിനെ അഭിഷേകം ചെയ്ത് നിറച്ച് അനുഗ്രഹീതമാക്കി തീർത്തതിനായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ നാമത്താൽ, അത്ഭുതകരമായ നാമത്താൽ ഈ വിശുദ്ധ വിവാഹത്തെ അവിടുന്ന് ആശീർവദിച്ചതിനായിട്ട്, വിശുദ്ധീകരിച്ചതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഈ ലോകത്തിലെ ഒരു ശക്തികളും, മാനുഷിക ശക്തികളോ സാധാന്യമായിരിക്കുന്ന ശക്തികളോ മറ്റു യാതൊരുവിധ ശക്തികളും ഈ ബന്ധത്തെ തകർക്കുവാൻ ഇന്നു മുതൽ ഇടയാക്കരുത് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ വിവാഹ ഉടമ്പടി അടികൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ച് മുദ്രയിടുന്നു. അവിടുന്ന് പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ,
സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്രിയമ്മയെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നും അരുളി ചെയ്തുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചതെന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാളിൽ നിമിത്തമത്രേ ഭാര്യമാർ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിലങ്ങനെയല്ലായിരുന്നു. ഞാനൊന്നും നിങ്ങളോട് പറയുന്നത് പരസംഗ നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ശിശുമരാനോട് സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്ന അന്നല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ണന്മാരാ ജനിച്ചവരുണ്ട്, മനുഷ്യ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ. ഭാര്യമാരെ കർത്താവിൽ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തടയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തടയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായവ ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരം എന്ന പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്തതുപോലെ അതിനെ പോറ്റി പുലർത്തിയത്രേ ചെയ്തത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത് പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തർ താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. 2 വാക്യങ്ങൾ കൂടെ. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 12 മുതൽ. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായി വിരിപ്പിൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പിൻ. മക്കളെ, ഈ വചനങ്ങളെല്ലാം അനുസരിച്ച് നല്ല അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ദൈവത്തിന് മനുഷ്യർക്കും കാഴ്ചവെക്കുവാൻ, അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുവാൻ സർവശക്തനായ ദൈവം എല്ലാ കൃപകളാലും നിങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ. മണവാളനും മണവാട്ടിയും പേരെഴുതി വിവാഹ രജിസ്റ്ററിൽ ഒപ്പിട്ട് പൂർത്തീകരിക്കുന്നു. രക്ഷകർത്താക്കളും പേരെഴുതി ഒപ്പിടണം. Yeah.
വലിയ നാമത്തിന് മഹത്വം. ഈ അവസരത്തിൽ മണവാട്ടിയും മണവാളനും അവര് പരസ്പരം മോതിരം കൈമാറുന്ന ഒരു ശുശ്രൂഷയാണ് നമ്മുടെ തൽക്കാലം ഞാൻ ഒന്നിച്ച് കൂടി കർത്താവേ നിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഇതിന്റെ മക്കളെ ആശീർവദിക്കുവാൻ തക്കോണം ഇടയാക്കിയതോർ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. 2 ഭവനങ്ങളിൽ കർത്താവെ വ്യത്യസ്തമായ അനുഭവങ്ങൾ കൂടെ വളർന്നു വന്നതായിട്ട് നിന്റെ കുഞ്ഞുങ്ങൾ ഇന്ന് കർത്താവ് ദൈവവചന പ്രകാരം ഒന്നിച്ചു ചേർന്ന ഒരു കുടുംബജീവിതം ആരംഭിച്ച് കർത്താവെ ഈ കുടുംബജീവിതത്തിന്റെ സകലവിധ അനുഗ്രഹങ്ങൾക്കായി ദൈവദാസന്മാരായ ഞങ്ങളും എല്ലാവരും ചേർന്ന് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജീവിതത്തിന്റെ അന്ത്യം വരെയും അവരെടുത്തതായിട്ടുള്ള ഉഭയസമ്മത പ്രകാരം അന്യോന്യം സ്നേഹിച്ചും അന്യോന്യം കർത്താവെ പുറത്തും ക്ഷമിച്ചുമൊക്കെയും ജീവിതത്തിൽ അന്ത്യം വരെയും ദൈവമേ നിന്നോടുകൂടെ ജീവിപ്പാൻ ദൈവമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് സൂക്ഷിച്ചതിന്റെ മകനായ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദിനവാനെ ഒരുക്കത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു മാത്രപ്പെടുന്നു. കർത്താവെ തിരുദിവസ പ്രകാരം ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടതായ കുടുംബ ജീവിതം നയിപ്പാൻ ദൈവമേടുത്ത സാന്നിധ്യം കൊണ്ട് അവരെ സഹായിക്കുകയും ഫലപ്പെടുത്തുകയും ചെയ്യണമേ. അവരുടെ കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾ പ്രിയപ്പെട്ടവർ എല്ലാവർക്കുമായി സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ഇവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരുമിച്ച് ഹൃദയംഗമമായ നിലയിൽ ആത്മാർത്ഥതയോടുകൂടി അവരെ അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവിന്റെ മഹത്വം, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവിന് സ്തോത്രം, സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവിന് മഹത്വം, മഹത്വം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് പകൽക്കാലം ദൈവമേ അവിടുത്തെ വിലയേറിയ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ദൈവമേ, ഇന്ന് പകൽക്കാലം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രിയ റൂബിന്റെയും നിനുവിന്റെയും വിവാഹം ഏറ്റവും മംഗളകരമായി അനുഗ്രഹീതമായി ദൈവദാസന്മാരുടെ സാന്നിധ്യത്തിൽ അനേക ദൈവമക്കളുടെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഏറ്റവും അനുഗ്രഹീതമായി നടക്കുവാൻ സ്വർഗം സഹായിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് ചേർന്ന ദൈവദാസന്മാരും ദൈവജനവും ഈ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വിവാഹിതരായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് പരസ്പരം ക്ഷമിച്ചും കർത്താവെ അംഗീകരിച്ചും ദൈവമേ കർത്താവിന്റെ വചനത്തിന് അടിസ്ഥാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ പരിശുദ്ധാത്മ നിറവിലുള്ള അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുവാൻ സ്വർഗം അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ആദിമ പിതാക്കന്മാരെ അനുഗ്രഹിച്ച ഞങ്ങളുടെ കർത്താവേ, ദൈവമേ ഇന്നയോളം
ദൈവഭക്തന്മാരെ കുടുംബങ്ങളായി അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഇന്ന് പകൽക്കാലം സ്വർഗീയ ഭൗമിക അനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരികവും മാനസികവും ആത്മീകമായി അവരെ അനുഗ്രഹിക്കുമാറാകണമേ. ആരോഗ്യമുള്ളവരായി കർത്താവേ, അനുഗ്രഹീത സന്താനങ്ങളെ കൊടുക്കുന്നവരായി ലഭിക്കുന്നവരായിട്ട് കർത്താവിന്റെ കുടുംബങ്ങൾ എല്ലാം കർത്താവേ, അവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കർത്താവേ ഈ അനുഗ്രഹങ്ങളെ പകർന്നു കൊടുക്കുന്നവരായി മാറുവാൻ സ്വർഗ്ഗം അവരെ സഹായിക്കണം. അവരെ സമ്പൂർണ്ണമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തിന്റെ കൃപയുടെ മേൽ നീങ്ങി പോകാത്തതുമായ ദൈവ വചന വ്യവസ്ഥ പ്രകാരവും ദൈവം നമുക്കായി ഭൂമിയിൽ തന്നിരിക്കുന്ന മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന്റെ നിയമം അനുസരിച്ചും നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചും ഇപ്പോൾ മണവാളൻ റൂബിനും മണവാട്ടി ലിനുവും ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ദാസനായ ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചു കൊള്ളുന്നു. എല്ലാവരും കരമുയർത്തി 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞ് സന്തോഷത്തോടെ മഹത്വം കൊടുത്താട്ടെ.